ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ പുതിയ ഹ്യുണ്ടായുടെ അൽക്കസാർ ഫേസ് ലിഫ്റ്റിൻ്റെ എക്സ്റ്റീരിയറിൻ്റെ കുറേ ഇമേജസ് കണ്ടതാണ്. ഹ്യുണ്ടായി തന്നെ ഒഫീഷ്യലി പുറത്തോട്ട് ഇമേജസ് ആയിരുന്നു. നമുക്കിതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ എങ്ങനെയാണ് ഇരിക്കുന്നത്, അതുപോലെ സൈഡിലത്തെ ഡിസൈൻ എങ്ങനെയാണ്, പിന്നെ ഈ വാഹനത്തിൻ്റെ റിയറിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇക്കാര്യങ്ങളൊക്കെ തന്നെ അറിയാം. അതായത് എക്സ്റ്റീരിയറിൽ ഈ വണ്ടി കാണുന്നത് എങ്ങനെയാണ് എന്നറിയാം. പക്ഷേ ഇതുവരെ ഒരു പുറത്തു വിടാത്തൊരു സംഭവം ഉണ്ടായിരുന്നു, അതാണ് ഇൻറ്റീരിയർ. എക്സ്റ്റീരിയറിൽ പുറത്തു വിട്ടാലും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടാണ് അവർ ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ പുറത്തു വിട്ടിരിക്കുന്നത്. പുതിയ ഫീച്ചേഴ്സ് എന്താണെന്നും ഏകദേശം ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ആദ്യം തന്നെ ഡാഷ്ബോർഡ് ലേഔട്ട് നോക്കുകയാണെങ്കിൽ അത് സെയിം ക്രെറ്റയുടെ അതേ ലേഔട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. നമുക്ക് ഡിഫറൻസ് കാണാൻ പറ്റുന്ന കളർ തീമിൻ്റെ കാര്യത്തിലാണ്. അത് ആദ്യവും അൽക്കസാറും ക്രെറ്റയും നമ്മൾ കമ്പയർ ചെയ്യുമ്പം ക്രെറ്റയിൽ നമുക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ കോമ്പിനേഷനും അതുപോലെ അൽക്കസാറിലേക്ക് വരുമ്പോഴേക്കും ഒരു ബ്രൗൺ ആൻഡ് ബ്ലാക്കിൻ്റെ കോമ്പിനേഷനും ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. ബ്രൗൺ ഓർ മേ ബി ഒരു ടാൻ കളർ എന്ന് പറയാം. ഈ വണ്ടിക്കകത്തും ആ ഒരു സെയിം കോമ്പിനേഷൻ തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. ഒരു കളർ തീം ഒന്നും മാറ്റാൻ പോയിട്ടില്ല. നേരത്തെ അൽക്കസാറിൽ എന്തായിരുന്നു കളർ തീം ഉപയോഗിച്ചിരുന്നത്, ആ സെയിം കളർ തീം തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ ഡാഷ്ബോർഡിൻ്റെ ലേഔട്ടിലൊന്നും യാതൊരു വ്യത്യാസവും വരുത്തിയിട്ടില്ല. സെയിം അതേ ലേഔട്ട് തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറേ കോമൺ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ 10.25 ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, 10.25 ഇഞ്ച് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, 360 പാർക്കിംഗ് ക്യാമറ, ബ്ലൈൻഡ് വ്യൂ മോണിറ്റർ, അതുപോലെ തന്നെ നമ്മൾ ഡ്യുവൽ സോൺ AC ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് അവൈലബിൾ ആണ്. അതുപോലെ ഡാഷ്ബോർഡിൻ്റെ സൈഡിൽ വരുന്ന ആ ഒരു ലെയറൊക്കെ നോക്കുകയാണെങ്കിൽ സെയിം ആണ്. അതായത് AC വെൻസിൻ്റെ അവിടെ കൊടുത്തിരിക്കുന്ന ഒരു ഡിസൈൻ എലമെൻ്റ് ആണ്, ഒരു ബ്ലാക്ക് കളർ ട്രീറ്റ്മെൻറ്റ്. അതിൻ്റെ അകത്ത് സിൽവർ ലെവൻസ് വരുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് രണ്ട് വാഹനങ്ങളും കോമൺ ആയിട്ടും കൊടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യം അൽക്കസാറിന് നമുക്ക് അഡ്വാൻസ്ഡ് എയർ റെസിസ്റ്റൻസ് സിസ്റ്റം അവൈലബിൾ ആണ്. അത് ക്രെറ്റ ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ അവർ ലോഞ്ച് ചെയ്തതായിരുന്നു. പിന്നെ ഇതിൻ്റെ സീറ്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിലും ഏകദേശം ക്രെറ്റയിൽ കിട്ടിയ പോലത്തെ സീറ്റ്സ് തന്നെയാണ്. പക്ഷെ എന്നാലും അതിൻ്റെ മെറ്റീരിയൽസിൻ്റെ ഒക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് കളർ കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ സീറ്റ്സിലും നമുക്കൊരു ടാൻ ആൻഡ് ബ്ലാക്കിൻ്റെ കോമ്പിനേഷൻ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ ഒബ്വിയസ്ലി അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുണ്ട്. ആൻഡ് സെൻറ്റർ കൺസോൾ ഏരിയ ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പ്രീമിയം ഫിനിഷിലാണ് വരുന്നത്. ആംറസ്റ്റ് ഫ്രണ്ടിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ ഓൾറെഡി ക്രെറ്റയിൽ കിട്ടിക്കൊണ്ടിരുന്ന ഫീച്ചേഴ്സാണ്. ആൻഡ് ഈവൻ കഴിഞ്ഞ അൽക്കസാറിലാണെങ്കിൽ പോലും വന്നുകൊണ്ടിരുന്ന ഫീച്ചേഴ്സാണ്. അതായത് ഫ്രണ്ടിലത്തെ സീറ്റ്സിലൊന്നും അങ്ങനെ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസമില്ല എന്ന് പറയാം. പക്ഷേ ഫ്രണ്ടിലത്തെ സീറ്റ്സ് പോലെയല്ലല്ലോ ബാക്കിലത്തെ സീറ്റ്സിൽ നല്ല രീതിയിൽ തന്നെ വ്യത്യാസം വന്നിട്ടുണ്ട്. എനിക്കിതിൻ്റെ സീറ്റ്സിൻ്റെ ഡിസൈൻ്റെ പാറ്റേൺ അവരെന്താണ് ഇങ്ങനെ കൊടുത്തതെന്ന് മനസ്സിലായില്ല. ഇപ്പോൾ ഇത് 6 സീറ്റർ ആൻഡ് 7 സീറ്റർ വേരിയൻസിൽ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ 6 സീറ്റർ വരുമ്പോഴേക്കും നടുവിൽ ക്യാപ്റ്റൻ സീറ്റ്സ് ഉണ്ടെങ്കിലും ആ സീറ്റ്സിൻ്റെ ഒരു ഡിസൈൻ നിങ്ങൾ നോക്കിയേ, നമ്മുടെ ആ ഒരു നടുവിലത്തെ പോർഷനിലേക്ക് വരുമ്പോഴേക്കും, അതായത് ഡോറിൻ്റെ അടുത്ത് നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് നല്ല പാഡിങ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോഴേക്കും കുറച്ച് പാഡിങ് കുറവാണ്. അതെന്താണ് അവർ ആ ഒരു ഡിസൈൻ പാറ്റേൺ ഫോളോ ചെയ്തിരിക്കുന്നത്. ബാക്കി ഇപ്പോൾ 7 സീറ്റർ വാഹനങ്ങളിൽ ഓർ 6 സീറ്റർ വാഹനങ്ങളിൽ ക്യാപ്റ്റൻ സീറ്റ്സ് ഉള്ള വണ്ടികൾ എടുക്കുകയാണെങ്കിൽ രണ്ട് സൈഡിലും ഒരേ ബോൾസ്റ്ററിങ് ആയിരിക്കും. ഇതിൻ്റെ അകത്ത് പക്ഷേ അതിൽ ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്യാപ്റ്റൻ സീറ്റ്സ് ആയതുകൊണ്ട് തന്നെ കംഫർട്ടിലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. അത്യാവശ്യം നല്ല അണ്ടത്തെ സപ്പോർട്ട് ഉണ്ട്. അതുപോലെ ഓരോ സീറ്റിനും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആംറസ്റ്റ് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ആണ്. അത് മാത്രമല്ല ഈ അടുത്ത് നമ്മൾ സെട്രോൻ്റെ ബസാൾട്ടിലും അതുപോലെ ടാറ്റയുടെ സഫാരിയിലും ഒക്കെ കണ്ടതുപോലെ നമ്മുടെ ഹെഡിന് നല്ല സപ്പോർട്ട് കിട്ടുന്ന രീതിയിലുള്ള ഹെഡ് റെസ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഇൻ കേസ് ഉറങ്ങി പോവുകയാണെങ്കിലും നമ്മുടെ തല അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആടാണ്ട് തന്നെ ആ ഹെഡ് റെസ്റ്റ് പിടിച്ചു വെച്ചോളും. നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഫീച്ചറാണ് എന്ന് പറയാം. പിന്നെ ഒബ്വിയസ്ലി നേരത്തെ ക്രെറ്റയിലും അതുപോലെ തന്നെ അൽക്കസാറിലും എല്ലാത്തിലും ഉണ്ടായിരുന്ന ഒരു ഫീച്ചറാണ് പാനോറാമിക് സൺറൂഫ്. അതും ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ എന്തായാലും കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ബാക്കിലുള്ള ടേബിളൊക്കെ ഇപ്പോഴും അവൈലബിൾ ആണ്. ഇതിപ്പം നിങ്ങൾക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ലാപ്ടോപ്പിൽ പണിയെടുക്കണോ, അല്ലെങ്കിൽ ഇപ്പോൾ ബാക്കിൽ നിന്ന് എന്തെങ്കിലും ടാബ്ലറ്റൊക്കെ വെച്ച് സിനിമയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണണമെങ്കിലൊക്കെ വേണമെങ്കിൽ ചെയ്യാം. അതിപ്പം കാറിലിരുന്ന് ചെയ്യുമ്പോൾ ചിലർക്ക് തലവേദന എടുക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മളിപ്പോൾ ഒരു സ്ട്രെയിറ്റ് ഹൈവേയിലൊക്കെ പോവുകയാണ്, വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ സൈഡിലായിട്ടൊരു ചെറിയ കപ്പ് ഹോൾഡർ പോലെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അതിൻ്റെ ഇൻബിൽട്ട് ആയിട്ട് തന്നെ കിട്ടുന്നത് കൊണ്ട് നല്ല ഒരു ഈസി ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് വെച്ച് ചെയ്യാൻ പറ്റും. ഈവൻ ചെറിയ രീതിയിൽ ഫുഡൊക്കെ കഴിക്കാനാണെങ്കിൽ പോലും അതിൻ്റെ അകത്ത് വെച്ച് ചെയ്യാം. പിന്നെ നേരത്തെ അവർ അൽക്കസാറിനകത്ത് നടുവിൽ നമുക്കൊരു ട്രേ പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് നടുവിലൊരു പാർട്ടീഷൻ ഉണ്ട് 2 സീറ്റ്സിൻ്റെ. അവിടെയാണ് ആംറസ്റ്റ് ഒക്കെ വന്നുകൊണ്ടിരുന്നത്. ഈ ഒരു മോഡലിലേക്ക് വന്നപ്പോഴേക്കും നമുക്ക് ആംറസ്റ്റ് ഒക്കെ ഇൻഡിവിജ്വലായി. അതുമാത്രമല്ല നേരത്തെ നടുവിൽ കിട്ടിയിരുന്ന വയർലെസ് ചാർജിങ് പാഡ് നേരെ സെൻറ്ററിലോട്ട് മാറിയിട്ടുണ്ട്. ഇത് ബാക്കിലുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ നമുക്ക് വയർലെസ് ചാർജിങ് പാഡ് ഉണ്ട്, ബാക്കിൽ വയർലെസ് ചാർജിങ് പാഡ് ഉണ്ട്. പിന്നെ 2 ഫാസ്റ്റ് ചാർജിങ് USB-C സോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ പൊസിഷൻ മാറ്റിയത് ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ നന്നായി എന്ന് പറയും. കാരണം നമുക്ക് നടുവിൽ കുറച്ചുകൂടെ ആക്സസബിൾ ആയിട്ടുള്ള സ്പേസ് കിട്ടി. മറ്റത് നമ്മുടെ നടുവിൽ ആ ഒരു പാർട്ടീഷൻ വരുന്നതുകൊണ്ട് സീറ്റ് മടക്കി തന്നെ ബാക്കിലോട്ട് പോകേണ്ടി വരും. ഇതിപ്പോൾ പക്ഷേ ആ ഒരു പാർട്ടീഷൻ അവർ എടുത്ത് കളഞ്ഞുകൊണ്ട് 6 സീറ്റർ എടുക്കുകയാണെങ്കിൽ നമുക്ക് നടുവിലുള്ള ഗ്യാപ്പ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ബാക്കിലോട്ട് തേർഡ് റോയിലേക്ക് പോകാനാണെങ്കിലും അത് ഉപയോഗിക്കാം. അതുപോലെ ഇപ്പോൾ തേർഡ് റോയിൽ ഇരിക്കുന്നവർക്ക് ഇത്തിരി കാലൊക്കെ നീട്ടി വെക്കണം തോന്നിയാലും ആ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് അതിൻ്റെ അകത്തോടെ നമുക്ക് നീട്ടി വെക്കാൻ പറ്റും. മറ്റത് അൽക്കസാറിന് 6 സീറ്ററിൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. 6 സീറ്റർ എടുക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പാർട്ടീഷൻ ഉണ്ടല്ലോ, അപ്പോൾ അക്കാര്യത്തിൽ കുറച്ച് പ്രശ്നമുണ്ട്. പിന്നെ ഈ വണ്ടിയുടെ ഓവറോൾ ലെങ്ത് ഒക്കെ നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ഇപ്പോൾ സഫാരിയോ അല്ലെങ്കിൽ XUV 700 ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവായതുകൊണ്ട് തേർഡ് റോ സീറ്റിംഗ് സ്പേസ് ഇത്തിരി കോംപ്രമൈസ്ഡ് ആണ്. ഈവൻ ദോ നമുക്ക് സെക്കൻഡ് റോ സീറ്റ്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് സ്ലൈഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. എന്നാൽ പോലും തേർഡ് റോയിൽ സീറ്റ്സ് കുറച്ച് കോംപ്രമൈസ്ഡ് ആണെന്ന് പറയേണ്ടി വരും. അതായത് സ്പേസ് അധികം ഇല്ല.
ഇനി പുതിയ ഫീച്ചേഴ്സിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ നമ്മൾ സഫാരിയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ബാക്കിലത്തെ സീറ്റ്സിലെ പാസഞ്ചേഴ്സിന് കൂടി വെന്റിലേറ്റഡ് സീറ്റ്സിൻ്റെ ഓപ്ഷൻ കൊടുക്കുക എന്നുള്ളത്. അതിപ്പോൾ എന്തായാലും ഹ്യുണ്ടായി എൽക്കസാറിൻ്റെ കേസിലും ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് ഫ്രണ്ടിൽ വെന്റിലേറ്റഡ് സീറ്റ്സ് ഉണ്ടായിരുന്നു, പക്ഷേ ബാക്കിലില്ലായിരുന്നു. ഇപ്രാവശ്യം ബാക്കിൽ ക്യാപ്റ്റൻ സീറ്റ്സുള്ള മോഡലൊക്കെ ഒരു വെന്റിലേറ്റഡ് സീറ്റ്സിൻ്റെ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. അതൊരു നല്ല ഫീച്ചറാണ്, കാരണം ബാക്കിലിരിക്കുന്നവരും മൊത്തത്തിലൊന്ന് തണുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. പിന്നെ കുറച്ച് പുതിയ ഫീച്ചേഴ്സ് വന്നിരിക്കുന്നത് അതിൻ്റെ സീറ്റ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെയാണ്. നമുക്ക് ഇപ്രാവശ്യം മെമ്മറി സീറ്റ്സിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിരുന്നെങ്കിലും മെമ്മറി ഫംഗ്ഷൻ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ നമുക്ക് 2 മെമ്മറി സെറ്റിംഗ്സ് അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. മാത്രമല്ല ഫ്രണ്ടിലത്തെ 2 സീറ്റ്സും ഇപ്രാവശ്യം ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. ഡ്രൈവർ സീറ്റ് മാത്രമല്ല, ആൻഡ് ഡ്രൈവർ സീറ്റും കോ പാസഞ്ചർ സീറ്റും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ബോസ് മോഡിൻ്റെ ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. ബോസ് മോഡ് എന്നാണ് ടാറ്റ വിളിച്ചുകൊണ്ടിരുന്നത്. ഇതിലിപ്പം നമുക്ക് സംഭവം സിമ്പിളാണ്. ബാക്കിലിരുന്നുകൊണ്ട് തന്നെ ഇതിൻ്റെ സീറ്റ്സിൻ്റെ സൈഡിൽ നമുക്കൊരു ചെറിയ കൺട്രോൾ ഇതുണ്ട്, സ്വിച്ച് ഉണ്ട്. അത് പിടിച്ച് നോക്കി കഴിഞ്ഞാൽ ബാക്കിൽ ഇരിക്കുന്നവർക്ക് ഫ്രണ്ടിലത്തെ ലെഫ്റ്റ് സൈഡിലത്തെ സീറ്റ് മുന്നോട്ടാക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ബാക്കിൽ കുറച്ചുകൊണ്ട് സ്പേസ് ഒക്കെ ബാക്കിൽ ഇരുന്ന് കൂട്ടണമെങ്കിൽ ചെയ്യാം. അത്രേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്. എന്തായാലും ഇപ്പോഴത്തെ ഇലക്ട്രിക് സീറ്റ്സ് വന്നുകൊണ്ടാണ് ഇതൊക്കെ പോസിബിൾ ആയത്. അല്ലെങ്കിൽ നമ്മൾ മാനുവലായിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതിന് ലിവർ ഉണ്ടായിരുന്നു, പക്ഷേ സംഭവം മാനുവലായിട്ട് ചെയ്യേണ്ടി വരുമെന്ന് മാത്രം. പിന്നെ ക്രെറ്റയിലുള്ള പോലെ ഇതിൻ്റെ സൈഡിലൊരു മാഗ്നറ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും മാഗ്നറ്റിക് ആയിട്ട് ഇതിനകത്ത് സ്റ്റിക്ക് ചെയ്ത് വെക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. ഞാനിതുവരെ ആരും ചെയ്ത് കണ്ടിട്ടില്ല, എന്നാലും ഒരു ഫീച്ചറായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. നല്ല കാര്യം തന്നെയാണ്. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറിനെ പറ്റി ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. എക്സ്റ്റീരിയർ പിന്നെ നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. ഇതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ കൂടുതലും നമ്മുടെ ഒരു പുതിയ ഹ്യുണ്ടായി ക്രെറ്റ എൻലൈനൊക്കെ ഇൻസ്പയർഡ് ആയിട്ട് വന്നിരിക്കുന്ന പോലെ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അലോയ്സിൻ്റെ സൈസും അതുപോലെ നമ്മുടെ ഡിസൈനൊക്കെ തന്നെ മാറ്റിയിട്ടുണ്ട്. ഫ്രണ്ടിലത്തെ ഡിസൈനും അതുപോലെ ബാക്കിലത്തെ ഡിസൈനും ആണ് മേജറായിട്ട് ഡിഫറൻസ് വന്നിരിക്കുന്നത്. സൈഡിലത്തെ ഡിസൈനൊക്കെ ക്രെറ്റയുടെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഓൾമോസ്റ്റ് സിമിലർ ആണ്, കാരണം വണ്ടി ഫേസ് ലിഫ്റ്റ് ആണല്ലോ. പിന്നെ ഇതിൻ്റെ ബാക്കിലത്തെ ഡിസൈൻ ഇപ്പോൾ പണ്ടത്തെക്കാളും ഇത്തിരിയും കൂടെ പോളറൈസിങ് ആക്കിയിട്ടുണ്ട്. പിന്നെ ക്രെറ്റ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബാക്കിലാണ് നല്ല രീതിയിൽ ഡിഫറൻസ് വന്നിരിക്കുന്നത്. ക്രെറ്റയിൽ നമുക്ക് ഹൊറിസോണ്ടലായിട്ട് നിൽക്കുന്ന ടെയിൽ ലാംപ്സ് ആയിരുന്നെങ്കിൽ ഇതിനകത്ത് വെർട്ടിക്കലായിട്ടാണ് എൻഡിലത്തെ പോർഷൻ വരുന്നത്. പിന്നെ കണക്റ്റഡ് ടെയിൽ ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ബാക്കിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു വലിയ വാഹനത്തിൻ്റെ ഫീൽ ഇതിന് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ സ്കിഡ് പ്ലേറ്റ്സ് ഒക്കെ ഫ്രണ്ടിലും ബാക്കിലും ഭയങ്കര വലുതായിപ്പോയി. അതൊക്കെ കുറച്ച് ചെറിയ പോരായ്മകളായിട്ട് എനിക്ക് തോന്നി. എന്തായാലും നമ്മളെല്ലാവരും കുറച്ച് കണ്ട് ശീലമായിക്കോളും, അത് കുഴപ്പമൊന്നുമില്ല. ഇനി എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അക്കാര്യത്തിലും വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. മെക്കാനിക്കലി പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. 1.5 ലിറ്റർ ടർബോ ഡീസൽ എഞ്ചിൻ അവൈലബിൾ ആണ്. 115 PS പവറും 250 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കും ജനറേറ്റ് ചെയ്യുന്നുണ്ട്. 6 സ്പീഡ് മാനുവൽ, 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്കലാണ് അത് വരുന്നത്. പിന്നെ പണ്ട് 2 ലിറ്റർ എണ്ണ പെട്രോൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിന് പകരം അവർ കൊടുക്കുന്ന 1.5 ടർബോ ഗ്യാസോലിൻ ഡയറക്ട് ഇഞ്ചക്ഷൻ പെട്രോൾ എഞ്ചിനാണ്. നമുക്ക് 160 PS പവറും അതുപോലെ 253 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കുമാണ് അതിൽ കിട്ടുന്നത്. 7 സ്പീഡ് DC to ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് നമുക്ക് അതിൻ്റെ കൂടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ 1.5 ടർബോ ഫേസ് ലിഫ്റ്റിൽ വന്നൊന്നല്ല, ഏകദേശം 1.5 വർഷം മുന്നേ തന്നെ അവർ 1.5 ടർബോ കൊടുത്തു തുടങ്ങിയതാണ്. 2 ലിറ്റർ എണ്ണ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഫാസ്റ്റാണ് നമ്മുടെ ഈ 1.5 ടർബോ വരുന്നത്. കാര്യം ഡിസ്പ്ലേസ്മെൻറ്റ് കുറവാണെങ്കിലും ഇതിന് പവർ കൂടുതലാണ്. പിന്നെ ടർബോ ചാർജ് ആണല്ലോ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ആക്സിലറേഷൻ നമുക്ക് കിട്ടും. ഗൈസ്, അപ്പോൾ ഇതാണ് എൽക്കസാർ ഫേസ് ലിഫ്റ്റിൻ്റെ ഇൻറ്റീരിയറിൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.